നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചെന്തിനാണ്? അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കണം. അടിച്ച് ഞാനും നമ്മനെന്താ തീർക്കും. അടിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചാൽ മതി. എനിക്ക് ഒട്ടും നിവൃത്തിയില്ലാത്തോണ്ടാണ് ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചെയ്യട്ടെ, ചെവിയിൽ ഒരു നൊട്ടടിക്കട്ടെ. ഒരാഴ്ച മൂലക്കിരിക്കും. ഈ കത്തി അങ്ങോട്ട് മാറ്റി വെച്ചോ. മാറ്റിവെക്ക് കത്തി മാറ്റിയാൻ വെക്കാം. ചേട്ടന് ഇങ്ങനെ അരിശം വരുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ചേട്ടന് കുടി തുടങ്ങിയല്ലേ? എങ്ങനെ കുടി തുടങ്ങിയത്? കണ്ണൊക്കെ ചുമന്ന് നടക്കുന്നുണ്ടല്ലോ. എഴുതി അതല്ല, ഞാൻ അവിടെ നിന്ന് വന്നപ്പോ പിള്ളേര് പന്ത് കളിക്കണ്. ഒരു പന്ത് ഇങ്ങോട്ട് ഉരുണ്ടു വന്നപ്പോ ഞാൻ ഒറ്റ അടി അങ്ങോട്ട് അടിച്ച്. ഒരു ചെറുക്കന്റെ നടുവിട്ട് കിട്ടി. അവന്മാര് കൂട്ടത്തോടെ വന്ന് മണ്ണ് അങ്ങനെ വാരി എറിഞ്ഞു എന്റെ കണ്ണിലേക്ക്. ഇപ്പൊ കണ്ട ആലുവ മണപ്പുറം പോലെ ഇരിക്കേ. നോക്കട്ടെ, എന്ത് നല്ല രസം. എന്ത്? ഞാൻ ആലുവ മണപ്പുറം കണ്ടിട്ടില്ല. എന്റെ താലി പൊട്ടിക്കരുത്, ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചാൽ മതി. ചെറുതായിട്ട് മതിയല്ല, മതി. അവനെ നിനക്ക് ഉപദ്രവമില്ലാത്ത രീതിയാക്കി തന്നാ മതിയല്ല. വന്ന് കയറിയല്ലോ ഉള്ളൂ, അതിനോടനെ നാണമില്ല ചോറും കറിയും ചോദിക്കാൻ. ഞാനല്ല അത് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, ചോദിച്ച വേറെ ആളാണ്. ഇട്ടുകൂടെ ഇല്ലെന്ന് പറ. ചോറും കറി എടുത്തു വെക്കടി. ഇല്ല. ഇല്ലേ? കിട്ടി, ഒരെണ്ണം കിട്ടി, ഇപ്പൊ കിട്ടി. ഞാൻ കണ്ടില്ല, ഞാൻ ഇവിടേക്ക് ഒന്ന് നോക്കിയല്ലേ. കാണാണ്ട് ഒരാളെ കയറി ഞാൻ എങ്ങനെ അടിക്കും? നീ പറ. ചോറും കറി എടുത്തു വെക്കടി. ഇല്ലെന്ന് പറയടി അങ്ങോട്ട് ചെന്നിട്ട്. ഇല്ല. ഇല്ലേ? കണ്ണില് മരുന്നൊഴിക്കുകയാണ്. കരികര അടിക്കാണ് കണ്ണ് കിടന്നത്. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഈ മരുന്നൊഴിക്കുന്ന സമയത്താണ് അവൻ വന്നതല്ലത്. അവന് ഇഷ്ടപ്പെടാത്തൊരു സാധനം പിടിച്ചു കൊടുക്കും. ഈ നിൽക്കുന്ന ആരാന്ന് കേട്ടോ, എന്റെ ആങ്ങളെയാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇനി ഒന്നുകൂടെ കൈ വെച്ച് നോക്ക്. ഇവന്റെ മുഖം കാണാൻ എനിക്ക് ഇഷ്ടമുള്ള അറിയാൻ പാടില്ലേ? ഇവൻ എന്തിനാണ് വീട്ടിൽ വിളിച്ച് കേട്ടിയത്? എന്നാ ഞാൻ പിടിച്ചിട്ടില്ല, ചേട്ടനാ പിടിച്ചേക്കുന്നു. കൊല്ലണ്ട. ഒറ്റക്കടിയടാ, 4 പേരും കൂട്ടം കൂടിയല്ലേ അടിക്കേണ്ടത്? ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അടിക്കണത്. ഞാൻ ഇവിടുന്ന് വരുമ്പോ നിന്നിവിടെ കണ്ട അടിച്ചുകൂടി ഞാൻ കളഞ്ഞിട്ടാ. എന്നെ അടിച്ചതോ പോട്ട്, ചേട്ടനെ അടിച്ച എന്തിനാന്ന് ചോദിക്കേട്ടാ. അവന് ടൈമിങ് ഇല്ലാത്തവനടി. അവൻ വെള്ളോണ്. അവന്റെ വെള്ളം ഇറങ്ങി വരട്ടാ, ഞാൻ അവനെ അടിക്കും. അതങ്ങനെ ഇടി അവൻ ഇപ്പൊ അടിച്ചത് ആരാണ് എന്തിനാണെന്നൊന്നും അവൻ അറിയില്ലല്ലോ. അപ്പൊ അവന്റെ ബോധം ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചവനെ ഇട്ടോളാം. ഒരു കാര്യം ചെയ്യാം, നാളെ ചേട്ടാ ചോറും കറി എടുത്തു വെക്കടി. എടുത്തു വെക്കണോ? ചെല്ലടി നീ, അല്ല അവൻ ഇങ്ങോട്ട് വരുമെന്ന്. എന്നാ ചോറെടുത്ത് വെക്കട്ടെ. ചോറെടുത്ത് വെക്ക്. ഒരു അമൃതാഞ്ജനും. കുഴച്ചു തിന്നാനാണോ? അല്ല, ഇങ്ങോട്ട് എനിക്ക് വേണം. അവിടുന്ന് ഉരുട്ടിയിടാം. ഉരുട്ടിയിടല്ലേ, അതിന്റെ പുറത്ത് കയറി അവൻ ഇവിടെ വരും. അതുകൊണ്ട് അത് ഉരുട്ടിയിടലും നീ അങ്ങോട്ട് വെക്കോ. എറിഞ്ഞിട്ടാ മതി കേട്ടാ. ഞാൻ അങ്ങോട്ട് വരണ. പന്നേ.